ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത് ഈ കാണുന്നത്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഗുജറാത്തിലെ എക്താനഗറിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇനി എങ്ങനെ പോയി വരാം? ഒരു 2500 രൂപ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റും. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നാഗർകോവിലിൽ നിന്ന് ഗുജറാത്തിലെ ഗാന്ധിധാമിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്, 163:36 നാഗർകോവിൽ ഗാന്ധിധാം വീക്ക്ലി എക്സ്പ്രസ്. ഇതിന് വഡോദരയിൽ ഇറങ്ങണം. ഗുജറാത്തിലെ വഡോദരയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇത് നാഗർകോവിലിൽ നിന്ന് ചൊവ്വാഴ്ച പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് ഒരു 2:45-ലാണ്. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു 4:30 ആവും, വൈകിട്ട് 4:30. തിരുവനന്തപുരത്ത് നിന്ന് വഡോദരയിലേക്ക് സ്ലീപ്പറിന് ചാർജ് വരുന്നത് 790 രൂപയാണ്. ഇത് ബാക്കിയുള്ള സ്റ്റേഷനുകളിലെ സമയമാണ്, ചാർജും അതിനനുസരിച്ച് കുറയും. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം നമ്മൾ പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ട്രെയിൻ വഡോദരയിലെത്തും. ഇനി വഡോദരയിലേക്ക് എത്തിയാൽ വഡോദരയിൽ നിന്ന് വീണ്ടും ഒരു 80 കിലോമീറ്റർ കൂടി നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. എക്താനഗർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ പ്രതിമ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ 5 മണിക്ക് വഡോദരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രാവിലെ 9:15 ട്രെയിൻ ഉണ്ട്, ജനശതാബ്ദി വരും. അപ്പോൾ ഒരു 9:15 ജനശതാബ്ദിക്ക് കയറി കഴിഞ്ഞാൽ ഒരു 10:30-10:45 കൂടി നമ്മൾ എക്താനഗറിലേക്ക് എത്തിച്ചേരും. ജനശതാബ്ദി ആയതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്യണം. അങ്ങനെ ഒരു 10:45 എക്താനഗറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്താനഗർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് എങ്ങനെയുണ്ടോ ആ ഒരു ലുക്കിൽ അത്രയും മനോഹരമായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷന് പണിഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് വീണ്ടും ഒരു 7 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന നമ്മുടെ പ്രതിമയിലേക്ക്. അത് നമ്മൾ പ്രത്യേകിച്ച് വരെ വണ്ടി വിളിക്കുകയോ അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്യേണ്ട ഒന്നും ഒരു കാര്യമില്ല. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്ന ടൂറിസ്റ്റുകളെയും കാത്ത് ഒരുപാട് ഇതുപോലെയുള്ള ഫ്രീ സർവീസ് ബസ്സുകളുണ്ട്. നമുക്ക് ചുമ്മാ കയറി ഇരുന്നാൽ മതി. ലോ ഫ്ലോർ AC ബസ്സുകളാണ്. അവർ തന്നെ ഏത് ട്രെയിൻ വന്നു കഴിഞ്ഞാലും അവിടെ ട്രെയിനിലുള്ള കംപ്ലീറ്റ് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇതുപോലെ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കയറിയിരിക്കുക, പോവുക. അപ്പോൾ ഒരു 7 കിലോമീറ്റർ ഉണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക്. പക്ഷേ നമ്മളൊരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനോഹരമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇങ്ങനെ കണ്ടു തുടങ്ങും. പിന്നെ ആ മനോഹരമായ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ, നർമ്മദാ നദി, അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് വിന്ധ്യ സത്പുര മലനിരകൾ. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് എത്തിച്ചേരും. ക്ലോക്ക് റൂം സൗകര്യമൊക്കെ ഫ്രീ ആണ്. ലഗേജും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കാം. ഇനി ടിക്കറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല, ഓൺലി ഓൺലൈൻ പേയ്മെൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇനി 150 രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പ്രതിമയുടെ മുമ്പിൽ വരെ വരാം. വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കാം, കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. ഇനി നമ്മൾ എടുക്കുന്നത് 380 രൂപയുടെ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മുകളിലേക്ക് കയറേണ്ട സമയം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയേക്കുന്നത് 12 മണി മുതൽ 2 മണിക്കിടയിലുള്ള ആ സമയത്താണ് എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റുക. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിണ്ണം കാച്ചി ക്യൂ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ആളുണ്ട്. ഇപ്പം ഞാൻ വന്നേക്കുന്നത് ഒരു വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ആയിട്ട് പോലും അടിപൊളിയായിട്ട് നല്ല തിരക്കുണ്ട്. അങ്ങനെ ഒരു 20 മിനിറ്റോളം എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് അവസാനത്തെ നമ്മുടെ ഒഴിവെത്തി. ലിഫ്റ്റിലാണ് മുകളിലേക്ക് കയറി പോകുന്നത്. ലിഫ്റ്റ് ഹൈ സ്പീഡ് ലിഫ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കയറി പോകേണ്ടത് 45ാമത്തെ ഫ്ലോറിലേക്കാണ്. പക്ഷേ ഒരേ സമയം ഒരു 26 ആളുകൾക്ക് വരെ അതിൽ യാത്ര ചെയ്യാൻ പറ്റും. 30 സെക്കൻഡ് കൊണ്ട് 45 ഫ്ലോറുകൾ താണ്ടി മുകളിലേക്ക് എത്തും. അങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നല്ല മനോഹരമായ ഗാലറി ഉണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ, കാഴ്ചകൾ ഒരു രക്ഷയില്ല. നല്ല മനോഹരമായ നർമ്മദാ നദിയാണ് ഈ ഒഴുകുന്നത്. അത് കണ്ടില്ലേ, നർമ്മദാ ഡാമാണ്, സർദാർ സരോവർ ഡാം. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ കോൺക്രീറ്റ് ഡാം. അതിലുപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റിൻ്റെ വോള്യം അതിനനുസരിച്ച് അത് വെച്ച് കണക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കോൺക്രീറ്റ് ഡാമാണ് ഇത് കാണുന്നത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വിന്ധ്യ സത്പുര മലനിരകൾ. ഇനി അപ്പുറത്ത് വേറൊരു ഗാലറി ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ വന്ന വഴി, അവിടെയും ആ പർവ്വതത്തിൻ്റെ മനോഹാരിതയൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ 2 ഗാലറിയാണ് മൊത്തം ഇവിടെ ഉള്ളത്. നീ കണ്ടില്ലേ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണത് വെച്ചിറക്കുക, ഇതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതിങ്ങനെ ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഇരുമ്പ് ഉരുക്കിയിട്ട് അതിങ്ങനെ ഓരോ പ്ലേറ്റുകളാക്കിയിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ ജോയിൻറ്റ് ചെയ്തും അങ്ങനെ പാളികളാക്കിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് സംഭവം. താഴേക്ക് ഇറങ്ങാനും ഇനി ക്യൂ നിൽക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ്, പക്ഷേ വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് നമ്മളത് വീണ്ടും താഴേക്ക് വന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് കാഴ്ചകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹത്തിൻ്റെതാണല്ലോ ഈ പ്രതിമ. അദ്ദേഹത്തിൻ്റെ ശിരസ് നല്ല മനോഹരമായിട്ടൊരു റെപ്ലിക്ക ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ചെറിയ തിയേറ്റർ ഉണ്ട്. ഒന്ന് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജീവചരിത്രം, ഒരു 10 മിനിറ്റ് ഡോക്യുമെൻ്ററി അതിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ കണ്ടില്ല, ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആയിരുന്നു ഈ സ്ഥലം. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കാർഷിക ഗ്രാമം, ഒരു റിമോട്ട് വില്ലേജ്, ഒരു കുഗ്രാമമായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത് കൃഷിയും അതുപോലെ തന്നെ കാലുവളർത്തലുമൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശമാണ് ഇങ്ങനെ ഒരു പ്രതിമ പണിയാൻ തിരഞ്ഞെടുത്തത്. പക്ഷെ അതൊരിക്കലും തെറ്റിയില്ല. കാരണം പ്രതിമ ഏതെങ്കിലുമൊക്കെ ഒരു ടൗണിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഒരു മനോഹാരിത ഇതിന് കിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഇത് നോക്കി, ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ നർമ്മദാ നദിയിലെ ഒരു ചെറിയ തുരുത്ത്, ഒരു ഐലൻഡ്.
സാത്തുബേഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു തുരുത്തിലാണ്, ഈ ഒരു ഐലൻഡിൻ്റെ മുകളിലാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മനോഹാരിത ഇത്രയും വർദ്ധിക്കാൻ കാരണം ഒരു കാം ആൻഡ് ക്വയറ്റ്, ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ, അത്രയും ഈ പർവ്വതനിരകളും ഈ പുഴയും അത് മൊത്തത്തിലൊരു ആംബിയൻസ്, മൊത്തത്തിലൊരു വൈബ് അങ്ങോട്ട് സെറ്റായത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് ഇത് വന്നതുകൊണ്ടാണ്. ഇനി കുടിവെള്ളം ഫ്രീ ആണ്, അതേപോലെ ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ പ്രതിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു മാളിലേക്ക്, ഒരു ഷോപ്പിംഗ് മാളിലേക്കൊക്കെ വന്നൊരു ഫീലാണ്. ആ രീതിയിൽ നമുക്ക് അടിച്ചു പൊളിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. ലോകത്തിലെ മറ്റു പ്രതിമകളുമായിട്ടുള്ള ഒരു ഹൈറ്റ് വ്യത്യാസമൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതിമയുടെ ഹൈറ്റ് ബേസ്മെന്റ് അടക്കം 790 അടിയാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് സ്പ്രിംഗ് ടെമ്പിൾ, ചൈനയിലെ ഒരു പ്രതിമയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 420 അപ്പോൾ വ്യത്യാസം നോക്കി, നമ്മുടേത് 790, രണ്ടാം സ്ഥാനത്ത് വരുന്നത് 420 അടി. ഇനി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രതിമയുണ്ട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഹൈറ്റ് എന്ന് പറയുന്നത് വെറും 305 അടിയാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടേത് എന്താണ്, സൈസിൽ ഡബിളാണ്. 305, 790, എത്ര വ്യത്യാസമുണ്ട്. പിന്നെ ഈ പ്രതിമ വന്ന സമയത്തൊക്കെ നമ്മളിൽ പല ആളുകളും അടക്കം പറഞ്ഞിരുന്നു, കളിയാക്കി ചിരിച്ചിരുന്നു, കാക്കയ്ക്ക് തൂറാൻ വേണ്ടി ഒരു പ്രതിമ എന്നൊക്കെ, 3000 കോടി എന്തിന് കാക്കയ്ക്ക് തൂറാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ. 2013 പ്രതിമയുടെ നിർമ്മാണം ആരംഭിച്ചത്. 2018 നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 5 കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2023 50 ലക്ഷം ആളുകളാണ് ഈ പ്രതിമ സന്ദർശിച്ചത്. എന്ന് പറഞ്ഞാൽ 5 മില്യൺ ആളുകൾ ഒരൊറ്റ വർഷം കൊണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വരുമാന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ഇനി ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വന്നാൽ ഇത് മാത്രമല്ല നമുക്ക് ഈ ഏരിയയിൽ കാണാനുള്ളത്, ഒരുപാട് കാഴ്ചകൾ. ഒരു വലിയ ഗ്രാമം, അതെന്തായി മൊത്തത്തിൽ അങ്ങോട്ട് വികസിപ്പിച്ചെടുത്തതാണ്. സ്റ്റാച്യു എല്ലാം കണ്ടു കഴിഞ്ഞാൽ നേരെ അടുത്ത ബസ് പിടിക്കുക, ഫ്രീ സർവീസ്. ഇങ്ങനെ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. രാത്രി 10 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഡാം വ്യൂ പോയിന്റിൽ പോകാൻ പറ്റും. സർദാർ സരോവർ ഡാം നല്ല അടിപൊളിയായിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാത്രി ലേസർ ഷോ ഉണ്ട്. രാത്രി 7 മണിക്ക് ഈ ഡാം വ്യൂ പോയിന്റിലും അതിനുവേണ്ടി കസേരകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പോയിട്ട് ഡാമിലെ ലേസർ ഷോ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 മണിക്ക് തന്നെ നമ്മുടെ സ്റ്റാച്യൂവിലും എന്തുണ്ട്, ലേസർ ഷോ ഉണ്ട്. അതിനും അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 20-25 മിനിറ്റാണ്, 25 മിനിറ്റോളം ഉണ്ട് ലേസർ ഷോ. ഇനി നമുക്ക് തിരിച്ചു വരാൻ ലാസ്റ്റ് ട്രെയിൻ എക്താനഗറിൽ നിന്ന് വഡോദരയിലേക്ക് ലാസ്റ്റ് ട്രെയിൻ വരുന്നത് 9:15 എക്താനഗർ ദാദർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. 60 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം നമുക്ക് വേഗം എന്ത് ചെയ്യണം, നമ്മുടെ എക്താനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല, കാരണം ഈ ഫ്രീ സർവീസ് ബസ്സുകൾ 10 മണി വരെ എന്തുണ്ട്, എക്താനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ട്രെയിൻ 9:15 ആയതുകൊണ്ട് തന്നെ നമുക്കതിന് മുമ്പ് ഇവിടെ എത്തേണ്ടതുണ്ട്. ഒരു 1/4 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും എക്താനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. രാത്രി അതിൻ്റെ വ്യൂ ഒന്ന് വേറെ ലെവലാണ് കേട്ടോ. എക്താനഗറിൽ നിന്ന് 9:15 എടുക്കുന്ന ഈ വണ്ടി ഫുൾ കാലിയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഞാനും പിന്നെ ഒരു 3-4 പേര്, ആകെ 7 പേരാണ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. നമുക്ക് കിടന്നുറങ്ങി വരും. 1 മണിക്കൂർ യാത്ര ഉള്ളൂ. ഒരു 9:15 എടുത്തു കഴിഞ്ഞാൽ 10:30-10:45 ആകുമ്പോഴത്തേന് നമ്മൾ വഡോദരയിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് പോർബന്തറിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് പോകുന്ന പോർബന്തർ കൊച്ചുവേളി എക്സ്പ്രസ് വരുന്നുണ്ട്. അതിൽ കയറുക. 5 മണിക്ക് വഡോദരയിൽ നിന്ന് അതിൽ കയറാം. ടിക്കറ്റ് വരുന്നത് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് 800-820 സ്ലീപ്പർ ക്ലാസ്സിൽ വരുന്നത്. ജനറലിൽ അതിലും കുറയും, 500, 450, 500 ആ ഒരു റേഞ്ചിലാണ് ജനറലിൽ വരുന്നത്. ഒരു 1.5 ദിവസത്തെ യാത്രയുണ്ട്. നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.